അസ്സലാമു അലൈക്കും. അബ്ദുറഹ്മാൻ ഔഫിന് വേണ്ടി ശബ്ദിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഷുഐബിന് വേണ്ടി ശബ്ദിച്ചില്ല? എന്തുകൊണ്ട് സമരം ചെയ്തില്ല? എന്തുകൊണ്ട് AP ഉസ്താദ് അനങ്ങിയില്ല? ഇതാണ് വിഷയം. ആരാണ് പറയുന്നത്? ഒരു മനുഷ്യനെ പച്ചയായി കൊലപ്പെടുത്തി പല്ലിൽ നിന്നും ആ ഭക്ഷിച്ച മാംസത്തിന്റെ അവശിഷ്ടങ്ങൾ പോലും കളയാതെ വന്നിട്ടാണ് ഈ പറയുന്നത്. പിന്നെ പറയുന്നു, തങ്ങളുപ്പാപ്പ വീട് സന്ദർശിച്ചില്ലേ? അത് സൗഹാർദ്ദമല്ലേ? ചുവപ്പ് എന്തിനെ പുതപ്പിച്ചത്? ഇതൊക്കെ ആരാ ചോദിക്കുന്നത്? ഇത് ചോദിക്കാൻ നിങ്ങൾക്ക് എന്ത് അർഹതയും അവകാശവുമാണുള്ളത്? ആ കുടുംബത്തിനില്ലാത്ത ഒരു നഷ്ടം ഈ വിഷയത്തിൽ നിങ്ങൾക്കെന്താ? അതുകൊണ്ട് ആ വിഷയമാണ് ഇന്ന് പറയുന്നത്. നിങ്ങളോടല്ല, കൊലയാളികളോട് എനിക്കൊന്നും പറയാനില്ല. ഇത് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില സാധുക്കളുണ്ട്, അവരോടാണ്. ആ കൂട്ടത്തിലെ സുന്നി വിഭാഗത്തോട് എനിക്ക് പറയാനുള്ളത്, ഏത് വിഷയത്തിലും മറ്റൊരാൾക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു നേതൃത്വമുണ്ട് നിങ്ങൾക്ക്. പക്കമായ ഒരു നേതൃത്വം. അവരിതെല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, അവർ ഇതിലെല്ലാം സംബന്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ നേതൃത്വം പറയും ഈ വിഷയത്തിൽ എന്താണ് പ്രസ്ഥാനത്തിന്റെ നിലപാട്, എങ്ങനെ നീങ്ങണം, എന്തൊക്കെ പതപ്പിക്കണം, അതൊക്കെ അവർക്കറിയാം. അവർ എന്ത് പറയുന്നു എന്ന് മാത്രം ചെവിക്കൊടുക്കുക, അല്ലാത്തത് തള്ളിക്കളയുക, പുല്ല് വില കൽപ്പിച്ച് തള്ളിക്കളയുക. ഇത്രേ പറയാനുള്ളൂ. പിന്നെ ചുവപ്പ് പുതപ്പിച്ചതാണോ നിങ്ങളെ വിഷയം? നിങ്ങൾ ഈ പച്ച പുതപ്പിച്ചപ്പോൾ ഏത് കിതാബിലെ ഏത് മസ്അല പ്രകാരമാണ് അത് ചെയ്തത്? അന്ന് നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം ഏതടിസ്ഥാനത്തിലായിരുന്നു? അതേ മസ്അല പടി വെച്ചാൽ മതി. അതുപോലെ നിങ്ങൾ മുതലക്കണ്ണീരൊഴിക്കുന്ന ഷുഐബ് ഉണ്ടല്ലോ, ആ ഷുഐബിനെ നിങ്ങൾ പുതപ്പിച്ചിരുന്നില്ലേ? നിങ്ങളുടെ ത്രിവർണ പതാക, ആ പതാക പുതപ്പിക്കാൻ നിങ്ങൾക്ക് ഏത് മസ്അലയാണ് ഉണ്ടായിരുന്നത്? ഏത് ഖുർആനാണ്, ഏത് കിതാബാണ്? അതേ കിതാബും ഖുർആനും ഇവിടെ വെച്ചാൽ മതി. ഈ ചുവപ്പ് കാണുമ്പോഴുള്ള ആ മോരുകൾക്കുണ്ട് ചുവപ്പ് കാണിച്ചു കൊടുത്ത ഒരു ഹാലിളക്കം അല്ലെ? നമ്മൾ ഈ കാളപ്പൂരിനൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനെ ഒരു ഹാലിളക്കം എന്തിനാ നിങ്ങൾക്ക്? അദ്ദേഹം നിങ്ങളുടെ പാർട്ടിക്കാരനല്ലല്ലോ, നിങ്ങളുടെ കുടുംബക്കാരനല്ല, നിങ്ങളുടെ അയൽവാസിയല്ല, നിങ്ങളുമായി ഒരു ബന്ധമില്ല, കൊന്ന് തള്ളിയില്ലേ നിങ്ങൾ? പിന്നെ നിങ്ങളിത് ചോദിക്കാനും പറയാനും ആരാ? എന്താ നിങ്ങൾക്ക് അവകാശം? പിന്നെ AP ഉസ്താദും ഈ സംഘടനയും ഒന്നും ചെയ്തില്ല എന്നാണ് നിങ്ങളന്ന് പറയുന്നത്? വിവരമുള്ളവർ പറയട്ടെ, വസീറിനെ പോലുള്ള ആളുകളല്ല, വിവരമുള്ളവർ പറയട്ടെ. മുഖ്യമന്ത്രി പ്രതികരിച്ചു. 7ാമത്തെ ദിവസം കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തെ കണ്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സഖ്യമുണ്ട്, ആ ബന്ധത്തിന്റെ പുറത്ത് കാന്തപുരം പോയി കണ്ടു. സുഹൈബ് കാന്തപുരത്തിന്റെ സാമുദായിക സംഘടനയുടെ പ്രവർത്തകനാണ്. ഈ പറയുന്ന സതീശനോട് പറഞ്ഞ ഈ ചാരിറ്റി വർക്കെല്ലാം SSFന്റെ കീഴിൽ നടക്കുന്ന സാന്ത്വനത്തിന്റെ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ടാണ് സുഹൈബ് അവിടെ പ്രവർത്തനം നടത്തിയത്. കേട്ടല്ലോ, നിങ്ങൾ ഈ പറയുന്നതിൽ ഏതോ ഒന്ന് കളവില്ലേ? ഏത്? ഇതുവരെയും നിങ്ങൾ പറഞ്ഞിരുന്നത് AP വിഭാഗം സുന്നികൾ ഇടതുപക്ഷത്തിന് മാത്രം വോട്ട് ചെയ്യുന്നവരാണ്, അവരെ കരുവാൾ സുന്നികളാണ് അല്ലേ? ഇപ്പോ നിങ്ങൾ പറയുന്നു നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി സ്വന്തം ജീവൻ വരെ നൽകിയ ഷുഐബിനെ പോലെയുള്ളവർ നിങ്ങളുടെ പാർട്ടിയിലുണ്ട്. ഇതിൽ ഏതാണ് ശരി, ഏതാണ് കളവ്? രണ്ടും ശരിയായിരുന്നെങ്കിൽ നിങ്ങൾ ഒരു പുനർവിചിന്തനം നടത്തേണ്ടതില്ലേ? ആരുടെയോ തലയിണ മന്ത്രത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ സംഘടനയെ തള്ളിപ്പറഞ്ഞത്, ആ സമ്മേളനം ബഹിഷ്കരിച്ചത് ഒക്കെ ഒന്ന് രണ്ടാമത് ആലോചിക്കേണ്ട നിങ്ങൾ. ഇനി മറ്റൊരു നേതാവ്, മുഖ്യമന്ത്രി 6ാം ദിവസം പ്രതികരിച്ചത് എപ്പോഴാണെന്നറിയുമോ? ഞങ്ങൾ ആരും പറഞ്ഞോണ്ടല്ല, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മുഖ്യമന്ത്രിയെ നേരിട്ട് വന്ന് കണ്ടു. കാരണം ഈ മരിച്ച ഷുഹൈബ് യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി മാത്രമല്ല, ഒരു സജീവ മർക്കസിന്റെ പ്രവർത്തകൻ കൂടിയാണ്. അതുകൊണ്ട്
അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഈ പറയപ്പെടുന്ന ഷുഹൈബ്. മുസ്ലിയാർ അബൂബക്കർ മുസ്ലിയാർ വന്ന മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് മുഖ്യമന്ത്രി വായ ഒന്ന് തുറന്നത്. അന്വേഷിക്കുമെന്ന് പറഞ്ഞത്, പ്രതികളെ പിടിക്കുമെന്ന് പറഞ്ഞത്, പ്രതികളെ പിടിക്കുമെന്ന് 6-ാം ദിവസം പറഞ്ഞത് മർക്കസിന്റെ നേതാവ് കാന്തപുരം അബൂബക്കർ. ഇവർ രണ്ടാളും പറയുന്നു ഉസ്താദ് നേരിട്ടിടപെട്ടിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. ബസീറിന്റെ അനുയായികൾ പറയുന്നു ഉസ്താദ് അനങ്ങിയില്ല. നിങ്ങൾ കള്ളമേ പറയും. അടുത്തത് ഈ പ്രസ്ഥാനം ഒരു പ്രതിഷേധവും നടത്തിയിട്ടില്ലേ? മനുഷ്യമക്കളെ അനുകരണ ചെയ്യും, മനുഷ്യമക്കളെ അനുകരണ ചെയ്യും. രാഷ്ട്രീയത്തിൻ കാട്ടാളത്വം കണ്ടില്ലെന്ന് നടിക്കുന്നവരെ, കണ്ടില്ലെന്ന് നടിക്കുന്നവരെ നിങ്ങൾക്കെതിരെ ഉയരുന്നു, നിങ്ങൾക്കെതിരെ ഉയരുന്നു ജനകോടികളുടെ പ്രതിഷേധം. പ്രിയപ്പെട്ട ശുഐബ്, ആ ശുഐബ് മരിക്കുന്ന അന്നും അതിന്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങൾ മുഴുവനും എടയന്നൂരിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അക്രമത്തിന്റെ മേഖലയിലല്ല, ഏതെങ്കിലും തോന്നിവാസത്തിന്റെ ഫീൽഡിലല്ല. പറക്കമുറ്റാത്ത 3 മക്കളും ഒരു ഉമ്മയും പട്ടിണി കിടക്കുന്നു എന്നറിഞ്ഞപ്പോ ആ വീട്ടിലേക്ക് അവിടെയുള്ള SYSന്റെയും SSFന്റെയും സഹപ്രവർത്തകന്മാരെ കൂട്ടി ഒന്നിച്ചുപോയി 1 മാസത്തേക്ക് കഴിക്കാനുള്ള അന്നത്തിന്റെ വക ആ വീട്ടിലേൽപ്പിച്ചിട്ടാണ് ശുഐബ് യാത്ര പറഞ്ഞു പിരിഞ്ഞതെങ്കിൽ ആ ശുഐബിന്റെ കാല് വെട്ടിമുറിച്ച് ആ മനുഷ്യനെ ഇവിടെ നിന്ന് യാത്ര അയച്ച കൊലയാളികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ശുഐബിന്റെ രക്തത്തിൽ നിന്ന്, ചുടുചോരയിൽ നിന്ന് ധർമ്മം ഉയർത്തുന്ന പടയണികൾ വളർന്നു വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താം. ഇത്രയും ക്രൂരമായ അപകടകരമായിരിക്കുന്ന ഒരു കൊലപാതകം നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നതിന്റെ വിഷയത്തിൽ പിറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ കേരള ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് കഴിയുകയും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് തന്നെയാണ്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലായാലും ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ അകത്തുള്ളവർ തന്നെയായാലും ഈ അറുകൊല നടത്തിയിരിക്കുന്ന വിഭാഗത്തിന് മുഖം നോക്കാതെ നടപടി സ്വീകരിച്ച് സമൂഹത്തിന് മുന്നിൽ തള്ളിപ്പറയാനും അവർക്ക് അത്തരം പാർട്ടികളുമായുള്ള മുഴുവൻ ബന്ധങ്ങളും വിച്ഛേദിച്ചെറിയാനുമുള്ള തന്റെ ഇടവും ആടത്തവും കാണിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല, പക്ഷേ നിങ്ങളുടെ നുണയിൽ ആരെങ്കിലും വഞ്ചിതരാതെക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത് ചെയ്യുന്നത്, ഈ വീഡിയോ ചെയ്യുന്നത്. കണ്ടോ? നിങ്ങൾ ഒന്നും നടത്തിയിട്ടില്ലല്ലേ? ഒന്നുമില്ലെങ്കിൽ പത്രം വായിക്കാൻ അറിയുന്നവരാണ്, അല്ലെങ്കിൽ ന്യൂസെങ്കിലും ഒന്ന് കേൾക്കണം. ഇത് രണ്ടും അറിയാത്ത നിങ്ങളോട് സംവദിച്ചിട്ട് കാര്യമില്ല എന്നറിയാം. എന്നാലും പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന ഷുഹൈബിനെ കൊന്നത് AP സുന്നികളിൽ വലിയ അമ്പരപ്പുണ്ടാക്കി. പോസ്റ്റ്മോർട്ടത്തിനിടെ കാന്തപുരം മുസ്ലിയാർ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് എത്തിയതും ഈ സാഹചര്യത്തിലാണ്. തെരഞ്ഞെടുപ്പിൽ വരി നിന്ന് വോട്ട് ചെയ്യുന്നവർ തന്നെ കൂട്ടത്തിൽ ഒരാളെ കൊന്നതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് സുന്നികൾ. ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയക്കാരനാണെങ്കിൽ പിടിക്കൂലെന്നും അല്ലെങ്കിൽ പിടിക്കുമെന്നൊക്കെ ഏത് ഭരണം വന്നാലും അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇനി മറ്റൊരു ന്യൂസ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഷുഹൈബ് വധക്കേസിലെ പ്രതികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ടായിരുന്നു കൂടിക്കാഴ്ച. പ്രതികളെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചുവെന്നും പരിഗണനകളില്ലാതെ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചതായി കാന്തപുരം പറഞ്ഞു. ഇനി വേറൊരു ചാനൽ. ഷുഹൈബ് വധക്കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കണ്ടതിനു ശേഷം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഇങ്ങനെ മലയാളത്തിലെ എല്ലാ ചാനലുകളിലും ഇത് വന്നതാണ്. പക്ഷേ നിങ്ങളുടെ ചാനലിൽ അത് കേറൂല. കാരണം നിങ്ങൾ IS ഭീകരവാദികളുടെ പിന്മുറക്കാരാണ്. കാരണം നിങ്ങൾക്കും അവർക്കും ഊർജം നൽകുന്നത് ഒരേ ടീമാണ്, വഹാബിസം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ കുറെ ആളുകൾ സുന്നികളിൽ നിന്ന് പെട്ടുപോയവരുണ്ട്. അവരൊക്കെ ഒറ്റപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടാൽ നിങ്ങളുടെ ആഖിറം രക്ഷപ്പെടും എന്നേ പറയാനുള്ളൂ.
നിങ്ങളുടെ ഈ ഭീകരവാദ പതാക പിടിച്ച അതേ കൈകൊണ്ട് തന്നെ അവരുടെ ത്രിവർണ്ണ പതാകയും പിടിക്കുന്നു. അത് അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ 1-ാം ക്ലാസ്സിലെ ബുക്ക് ഉണ്ടല്ലോ, അദബുൻ, അത് മാറ്റിയിട്ട് അവിടെ സിക്കീൻ എന്നാക്കി കൊടുക്കണം എന്നേ നിങ്ങളോട് പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ അവിടുത്തെ കളറല്ല പറയേണ്ടത്. നിങ്ങളൊരു പാവം മനുഷ്യനെ കുത്തി വീഴ്ത്തിയിരിക്കുന്നു, അതിനാണ് നിങ്ങൾ സമാധാനം പറയേണ്ടത്. യത്തീമായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടെന്ന് പോറ്റാൻ വേണ്ടി കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ പെൺകുട്ടിയെ നിങ്ങൾ വിധവ കൂടിയാക്കിയിരിക്കുന്നു. പിറക്കാൻ പോകുന്ന ആ പിഞ്ചോമനെ നിങ്ങൾ എത്തീമാക്കിയിരിക്കുന്നു. അങ്ങനെ എത്ര എത്തീമുകൾ. നിങ്ങൾ അതിനാണ് സമാധാനം പറയേണ്ടത്. അതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ എന്ത് പുതപ്പിച്ചു, എന്ത് ഭക്ഷിച്ചു എന്നല്ല. ഇനി അടുത്ത വിഷയം, പാണക്കാട്ടത്തങ്ങൾ മരണവീട് സന്ദർശിച്ച് ആശ്വസിപ്പിച്ചില്ലേ? മഹാനായ തങ്ങളെ, അങ്ങക്ക് എല്ലാ ആദരവും ബഹുമാനവും കൽപ്പിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. ഒരു ഭാഗത്ത് ക്രിസ്ത്യൻ പള്ളിയിൽ പോയി ക്രിസ്മസ് ആഘോഷിക്കുകയും അപ്പൂപ്പൻ തൊപ്പി ധരിക്കുകയും കേക്ക് മുറിക്കുകയും ചെയ്തിട്ട്, ഒരു ഭാഗത്തിലൂടെ സ്വന്തം പ്രവർത്തകന്റെ കയ്യിൽ തങ്ങളുടെ കൂട്ടത്തിലെ ബോധമില്ലാത്ത നേതാക്കൾ കടാര കൊടുത്തു വിട്ട് ഒരു മുഅ്മിനായ മനുഷ്യന്റെ, പച്ചയായ ഒരു മനുഷ്യന്റെ നെഞ്ചകം കുത്തിക്കീറിയിട്ട് നിങ്ങൾ മതസൗഹാർദ്ദത്തിന്റെ ആളായി വരുന്നു. അവിടെ തങ്ങളുപ്പാപ്പ അങ്ങല്ല താരം, അങ്ങല്ല മാനവികത. അവിടെ ഇതൊക്കെ ചെയ്തത് കത്തി കൊടുത്തയച്ച പ്രസ്ഥാനം, കുത്തിക്കൊന്ന പ്രസ്ഥാനം, തൻ്റെ മക്കളെ യത്തീമാക്കിയ പ്രസ്ഥാനം, ഇതൊക്കെ അറിഞ്ഞിട്ടും അങ്ങക്ക് വാതിൽ തുറന്നു തന്ന ആ വീട്ടുകാരില്ലേ, അതാണ് ശരിക്കും മാനവികത. അങ്ങക്ക് വേണ്ടി വാതിൽ തുറന്നു തന്ന ആ പാവം വീട്ടുകാരില്ലേ, ഇതൊക്കെ അറിഞ്ഞിട്ടും അവിടെ നിന്ന് പഠിക്കണം തങ്ങളെ മാനവികത. വീണ്ടും തീർന്നില്ല. മുറ്റത്തേക്ക് ഇറങ്ങിയ തങ്ങള്, നിങ്ങൾ അവിടെ ചെയ്ത പരിപാടി എന്താ? ഇങ്ങനെയൊക്കെ നിറയേട് കാണിച്ച സ്വന്തം പാർട്ടിയെ വെള്ള പൂശാൻ നിങ്ങൾ ആ സമയം ഉപയോഗപ്പെടുത്തി. അപ്പൊ തൊട്ടപ്പുറത്തെ ജനലിന്റെ അപ്പുറം നിന്ന് തന്റെ പിറക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ ഉപ്പയെ ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാനില്ലാത്ത ആ സഹോദരി നിങ്ങളെ ചൂലെടുത്ത് ആട്ടാതിരുന്നത്, അതാണ് മാനവികത. അപ്പോൾ നിങ്ങൾ മാനവികത, ഈ മാനവികത നിങ്ങളെ അണികൾക്ക് പോയി പറഞ്ഞു കൊടുക്കണം. അല്ലാതെ നിങ്ങളുടെ കുടുംബക്കാരനും സയ്യിദും പ്രായം ചെന്നവരും ആലിമും മുദരിസുമായ ഉള്ളാളത്തെ തങ്ങളുപ്പാപ്പ മരണപ്പെട്ട സ്ഥലത്ത് കാണാത്തൊരു മാനവികത, ഇതുപോലെ കല്ലാങ്കുഴിയിൽ കാണാത്ത ഒരു മാനവികത, കുണ്ടൂര് കാണാത്ത ഒരു മാനവികത, അതല്ല തങ്ങളെ മാനവികത. ഗോബാക്ക് വിളിച്ചില്ലല്ലോ, അതാണ് മാനവികത. നിങ്ങൾ ഒരുപാട് മാനവികത അവരിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോ നല്ല ഒരു നാളെ അള്ളാഹു നമുക്കൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.